ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു മഷ്റൂം മസാല ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളൊരു ചെറിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു പാൻ എടുക്കുക, അതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ന്യൂട്രലായിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ചേരുവകൾ ചേർക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുനുകുന ചോപ്പ് ചെയ്താണ് നമ്മൾ ഇടുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വരണ്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് ചെറുതായിട്ടൊന്ന് വരണ്ടതിന് ശേഷം ഒരു 2 സവാള ഫുള്ളായിട്ട് എടുത്ത് അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയൊരു പച്ചമുളകും നെടുവെ കീറിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വരണ്ട് വരുന്നതിനിടയ്ക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറേ നേരം വഴറ്റുക. അപ്പോഴത്തേക്ക് ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരും. ആ സമയത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ടൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി കീറിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് പൊടി ചേരുവകളാണ് ചേർക്കാനുള്ളത്. അപ്പോൾ തക്കാളിയും സവാളയും നല്ല രീതിക്ക് ഒന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ തക്കാളിയും സവാളയൊക്കെ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ആദ്യം ഇടുന്നത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഒരു 2 ടീസ്പൂൺ അവരവരുടെ എരിവിനനുസരിച്ച് ഇടാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ഗരം മസാല ആവശ്യത്തിന്, പിന്നെ നമ്മളിതിന് പുറമെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇത്ര ഇട്ടിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഒന്ന് വരണ്ട് വന്നതിന് ശേഷം നമ്മളിതിനകത്ത് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ പൊടികളും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആവണം. മൊത്തത്തിലൊന്ന് മിക്സായി ഒന്ന് വരണ്ട് വരണം. പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത കുരുമുളക് പൊടിയാണ്. എല്ലാം മിശ്രിതം കൂടി ഇട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പൊടി ചേരുവകളെല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സായി വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് ഇത് എല്ലാം മിക്സായി ഇതിനകത്ത് ചേർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, ഓപ്ഷനിലാണ്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുക. നല്ല രീതിക്കൊന്ന് ഇതുമായിട്ടൊന്ന് മിക്സായി വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് നമ്മൾ ബോട്ടിൽ മേടിച്ചിട്ടുള്ള കൂണാണ്. നമ്മളുടെ പ്രവാസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബോട്ടിൽ കിട്ടുന്ന കൂണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കൂണ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് ജസ്റ്റ് പുഴുങ്ങിയെടുക്കുന്നത് നന്നായിരിക്കും. ഇത് ഓൾറെഡി ഒരു ഈറ്റബിൾ ആയതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ കുക്ക് ചെയ്താൽ മതി. അപ്പം നമ്മളത് എടുത്ത് ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൂണ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് ഈ മസാലയും ചേരുവകളൊക്കെ ഇതിനകത്തൊന്ന് പിടിക്കുന്ന രീതിക്ക് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൂണും നമ്മുടെ കറിക്കൂട്ടുകളും തമ്മിലൊന്ന് മിക്സ് ആവണം. നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നല്ല രീതിക്ക് മിക്സായി ഇത് തമ്മിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിക്ക് വെന്ത് മസാലകളെല്ലാം തമ്മിൽ മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ചെറിയ ചൂടുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഇളം ചൂടുള്ള വെള്ളം. അത് ഇളച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യുക. ഇത് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് ലൂസാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അത്യാവശ്യം ഇത് നമ്മൾ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അടച്ചു വെച്ചൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ താഴെ നമ്മളൊന്ന് വേവിച്ചിട്ടുണ്ട് അതൊന്ന് വേവാനായിട്ട്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിനകത്തോട്ട് ഒരു തണ്ട് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു മണമാണ്. എനിക്ക് പേഴ്സണലി മല്ലിയില നല്ല ഫേവറേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മണം എല്ലാ കറികൾക്കും ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ മസ്റ്റാണ് ഇതിനകത്ത്. അപ്പോൾ അത് ഒഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങാപ്പാൽ. അപ്പോൾ അത് ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചൊരു 10 മിനിറ്റ് നമ്മളൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോഴത്തേക്കും കറി റെഡിയാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു മഷ്റൂം കറി. നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെയും
കുബൂസിൻ്റെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ റൈസിൻ്റെ കൂടെ ആണെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല, നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. സിമ്പിളായിട്ടുള്ളൊരു പ്രവാസി കറിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളടുത്ത് അറിയിക്കുക. താങ്ക് യു.